ഇവന്റെ അച്ഛന്റെ അതാണ് ഞാൻ ചെവിയിൽ വെച്ചിട്ട് കേൾക്കുക. എനിക്കത് അച്ഛന്റെ സൗണ്ടാ ഫോട്ടോവാ ഞാനിപ്പോ ഇന്ന് എനിക്കത് കാണാൻ പറ്റണില്ല. ഞാൻ ഇന്ന് ഇപ്പൊ ഈ കോളിനേക്കാളും മുമ്പ് അച്ഛൻ്റെ കസാലയുടെ ഒരു പെയിന്റിങ് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. യുനോ അതിന്റെ പേര് ഇറ്റ് വാസ് കോൾഡ് ദി എംപ്റ്റി ചെയർ. ഈ കസാല എന്റെ പെയിന്റിങ് ഓഫ് ദ കസാല കാണുമ്പോഴും ഇറ്റ് ഈസ് ടു പെയിൻഫുൾ. അപ്പൊ എനിക്ക് അങ്ങനെ അമ്മ ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നു ബിക്കോസ് എനിക്ക് അങ്ങനെ തീരെ ചെയ്യാൻ പറ്റുന്നില്ല. ഐ ക്യാൻ ഓൺലി ഗരുഡിയില് പോവാൻ ഭയങ്കര വിഷമ. അടുക്കളയിലും വരും ഈ ചെയറും ഇങ്ങനെ ഒഴിഞ്ഞെടുക്കണം. ഭയങ്കര വിഷമ. അമ്മ എന്താ പറയുന്നത്, മൈലൂനെ കൊണ്ടുപോയില്ലേ അങ്ങോട്ട്? അവൻ വരെ എല്ലാവിടെയും അന്വേഷിക്കുന്നു നിങ്ങളെ. ചിന്തു വരുമ്പോഴാ പോവാറ്. പറയുന്നേ വിജാമ മ്യൂട്ടിലിരിക്കുകയാണല്ലോ. മ്യൂട്ട് അൺമ്യൂട്ട് ചെയ്വി, എല്ലാവരും അൺമ്യൂട്ട് ചെയ്വി. മ്യൂട്ട് സർഗി മ്യൂട്ട്. ഓ ഞാൻ മ്യൂട്ടല്ല. ഞാൻ വിചാരിച്ചു വിജാമൻ സംസാരിക്കാൻ പോണു. വിജാമൻ എങ്ങനെയുണ്ട് കാലൊക്കെ? കാണുമ്പോ അത്ര കുഴപ്പമില്ലല്ലോ. മ്യൂട്ടിലാണ്, അത് കാരണം അൺമ്യൂട്ട് ചെയ്യോ വിജയാമ്മ? കാല് അൺമ്യൂട്ട് അൺമ്യൂട്ട് അൺമ്യൂട്ട്. ഓ മൈലോ അതെ ദിയെ അൺമ്യൂട്ട് ചെയ്യ് മൈലു. അൺമ്യൂട്ട് ചെയ്യ്. ആ മൈക്കിന്റെ സൈനിനെ പ്രസ് ചെയ്വി, അപ്പൊ അൺമ്യൂട്ട് ആവും. മൈക്കിന്റെ മൈക്ക് പ്രസ് ചെയ്യണം. കേൾക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അൺമ്യൂട്ട് ചെയ്യ്. ഇപ്പൊ കേൾക്കാം. ഇപ്പൊ കേൾക്കാം. അതാണ് കാണുന്നത്, കാണാണ്ടാവും. പരി കാലൊക്കെ എങ്ങനെയുണ്ട്? കാല് തിരിഞ്ഞ് പോയിട്ട് എന്റെ അഴിച്ചെടുത്ത് മാറ്റി. അയാൾ പറഞ്ഞു 1 വീക്ക് കുളിക്കാൻ പറഞ്ഞു. കുളിച്ചു. അത് കാരണം ഭയങ്കര സുഖമായിട്ടിരിക്കാം. ചുടുവെള്ളത്തില് വെള്ളം നനഞ്ഞോട്ടെ. പക്ഷെ അത് എന്താ പറയാ, വെള്ളം പിടിക്കുന്ന ടൈപ്പ് അല്ലാന്നാണ്, വാട്ടർ പ്രൂഫ് ഉണ്ടെന്നല്ല പറഞ്ഞു. 1 വീക്ക് കളിക്കാൻ മതി. പിന്നെ നടക്കാൻ പറഞ്ഞു. വെയിറ്റ് എടുക്കരുത് കുറെ നാൾക്ക്. പിന്നെ എപ്പോഴും നടക്കുമ്പോ ഫുള്ള് സോക്സ് മരുന്നാ പറയാത്, സ്റ്റോക്കിങ്സ് ഇട്ടിട്ട് പോവാൻ. അത് മേടിക്കണം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാളെന്നോട് നമ്പർ തന്നിട്ട് അവര് വന്നിട്ട് അളവെടുത്തിട്ട് എക്സൈസ് അയച്ചിട്ട് തരും. അപ്പൊ അത് യൂസ് ചെയ്യാൻ പറഞ്ഞു. മറ്റേ കാലിന്റെ അപ്പൊ വേണ്ട കണ്ടു. മറ്റേ കാലിന്റെ ഇപ്പൊ വേണ്ട, കുറച്ച് ടൈം കണ്ടാലും പറയാം. ഇത് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. അതൊക്കെ കഴിഞ്ഞ് ആക്ച്വലി അയാൾ 7:30 ഈവനിങ്ങില് വിളിച്ചാൽ. പക്ഷെ അയാൾക്ക് മോർണിംഗിൽ അവിടെ വന്നിട്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഓരോ എപ്പോ വരാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ വന്നപ്പോ വേഗം പോയതാണ്. ഈവനിങ്ങിനായ പോവാൻ പറ്റും. ഇവിടെ സൈക്ലോനായിരുന്നു, കൊടുക്കാറ്റും മഴയായിരുന്നു. ഇവിടെയൊക്കെ ഭയങ്കര മഴയാ. ഞാൻ വിചാരിച്ചു മേ ബി മഴയൊക്കെ ഇവിടെയും മഴ പെയ്യുന്നുണ്ട്. ഇപ്പൊ മഴയൊന്നും ചേട്ടാ. ആകെ മഴ പെയ്ത് കാറ്റ് വെച്ചങ്ങ് പോയി. കാരണം എല്ലാ ചെടികളും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. പൊടിയൊക്കെ പോയില്ല എല്ലാവർക്കും. ഇവിടെ ഇപ്പൊ കുഞ്ഞി കുരുവി വരും. ഒരു ഇലയുടെ വെള്ളല്ലേ, ഒരു ഡോട്ട് വെള്ളം കുടിക്കും. ആ ഇലവന്ന് വീഴുന്ന ഒരു ഡോട്ട് വെള്ളം കുടിക്കും. കുഞ്ഞി കുരുവി, കുരുവി. വീന് അച്ഛനെ പറ്റിയിട്ട് എന്താ ഓർമ്മയില്ല? എന്താ വീന്റെ ഓർമ്മയില്ല അച്ഛനെ പറ്റിയിട്ട്? ഓർമ്മ ഒരാഴ്ച പറയാ. അതൊന്നല്ല, പണ്ട് ഞങ്ങള് പാലക്കില് നിൽക്കുമ്പോഴാണ് അതൊക്കെ ആ പാടത്ത് പൂക്കാടുവെള്ളം പറഞ്ഞ നടക്കാൻ പോകണ്ട. അടിച്ചു പഠിച്ചിരിക്കും. അത് 3 മണിക്ക് ആയിട്ടിരിക്കുന്നുണ്ടാവും. 5 മണിക്ക് തന്നെ എനിക്കുണ്ട്. അപ്പൊ അത് വെറുതെ സൗണ്ടൊക്കെ ഉണ്ടാക്കി ഞാൻ എനിക്കാനായിട്ട് ഞങ്ങള് നടക്കാൻ പോകും. നാളെ കുറെ വർത്താനം പറഞ്ഞങ്ങനെ കുറെ നടന്നു വന്നു.
തിരിച്ചു വരുമ്പോ അവിടെ ഡെയിലി ചായ കുടിക്കുന്ന ഒരു കടയുണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ച് വരുമ്പോ നിറച്ച് വീക്കാര് കറക്കി എല്ലാ വണ്ടിക്കാരും പറഞ്ഞു ഇന്ന് നമുക്ക് കറക്കെ എങ്ങനെ ചെയ്യാം. കുഴപ്പമില്ല, നമുക്ക് ഉണ്ടാക്കാം, നിനക്ക് അറിയാം ഉണ്ടാക്കാൻ. എന്താ പറഞ്ഞത്? പക്ഷേ അതിന്റെ ഉള്ളിൽ നിന്ന് ചെടികളാണ് അപ്പൊ പറഞ്ഞു അതിനൊക്കെ എത്രയും നേരം പോവാ, അത് നമുക്ക് നാളെ മേടിക്കാൻ, നമുക്ക് അയില മേടിച്ച് പോവാം. ഇത് ചക്കരച്ചേർത്തിന്റെ പാൻറ് പിടിക്കില്ലേ, അതൊക്കെ എന്നെ പക്ഷെ ഇത്രയാഴ്ച മുഴുവൻ ഓരോന്ന് കീറി ഈ ചെടികളെയാനേ സാധനം പിന്നെ ഒരു ദിവസം അടുത്ത് താഴ്മീൻ മേടിച്ച് കുറെ ജീവനില്ല അങ്ങനത്തെ അദ്ദേഹത്തെ പെട്ടെന്ന് അവനെ കോൺട്രാക്ട് അപ്പൊ പാർലിലായിട്ട് കൊണ്ട് കുഞ്ഞുമായി കൊണ്ടുകൊടുത്തു കടൽ മാറി അങ്ങനത്തെ ജീവനാണ്. അത് ചാവില്ല, മരുന്ന് പോയി നല്ല മറ്റുള്ളത്. 2-3 ദിവസം അവിടെ കഴിച്ചു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, അവിടെ കഴിക്കാറില്ല, ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകണം. മറ്റാപ്പളിക്കും അത് തന്നിലേക്ക് തരാണ്ട് ഒപ്പിച്ചിരിക്കലാണ്. ഒരു സുരേഷ് 2 ദിവസമായിട്ട് എന്റെ പിന്നാലെയാണ്. സുരേഷ് അത് നിങ്ങളാരും വരാനോ ഞാൻ പത്ത് ശരി നീ പേപ്പറൊക്കെ ശരിയാക്കില്ല, ഞങ്ങൾക്ക് ഒപ്പിട്ട് തരാനോ. അച്ഛൻ അന്ന് നാട്ടില് വന്നപ്പോഴേ അച്ഛൻ ആക്ച്വലി അമ്മയ്ക്ക് മാല വാങ്ങിച്ചറിയോ നിങ്ങൾക്ക്? മുത്തുമാല. അമ്മയ്ക്ക് ഓർമ്മയില്ല? So sweet. മുത്തുമാല. അമ്മ അത് ഇന്ന എത്ര സമയം സെലക്ട് ചെയ്തെന്നറിയോ ആ ഒരു മാല? ചെറിയ ചെറിയ കാര്യങ്ങളാണ് ആദ്യം പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ പൈസ അപ്പൊ ഓരോ ഷോപ്പിൽ ഇത് പൊട്ടു വയ്ക്കണം, ഷോപ്പ് വേണം. അവര് തന്നെ എല്ലാ സാധനങ്ങളും എടുക്കുക. എന്ത് വേണമെങ്കിലും മേടിക്കുക. ഞാൻ അറിയാമെന്ന് വിചാരിക്കും. പിന്നെ ഞാൻ വിചാരിക്കും എല്ലാവരും നിങ്ങളൊക്കെ ജോലി ചെയ്യണം, വലിയ കുട്ടികളായപ്പോ എന്തിനും ശ്രമമില്ല. ഞങ്ങൾക്ക് ഭക്ഷണം ഏറ്റവും ബെസ്റ്റ് അച്ഛന് ഏറ്റവും ബെസ്റ്റ് സാധനം വേണ്ട അവിടെ ഉള്ളത് അല്ലേ? എത്ര തെരഞ്ഞു അച്ഛനായി വാച്ച് വാങ്ങിച്ചതാ വിജയമ്മ, ഓർമ്മയില്ലേ? അവിടെ പോയിട്ടേ ഏറ്റവും നല്ല വാച്ച്. ഞാൻ ഈ ഒരു നക്ഷത്രത്തിന്റെ നെക്ലേസ് മേടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഗിഫ്റ്റ് അതൊന്നും കുറവ് വരാൻ പോവാനും ആൾക്കാര് കൂട്ടുകാരെ കാണുമ്പോഴേ വലിയ എന്നോട് കേട്ടാൽ ഞാൻ it was so expensive, we got embarrassed later to wear it. It was one real flop. പക്ഷെ എന്തായാലും he will always try to get the best അല്ലേ? That's always the thing. Limited resources അതിൽ ഏറ്റവും ബെസ്റ്റ് തെരഞ്ഞു he will take. ഇവിടെ സംഭവം തന്നെ എല്ലാ സ്വഭാവവും നല്ലതല്ല. എന്ത് Milan, I still remember that Pachapavada. So nice it was. What is a Pachapavada? പച്ചപ്പാവാടിയും വെള്ള ടോപ്പും. He went and got from that Milan. I still remember. And we all were looking at her. Oh, such a nice dress. Such a nice dress. I know. We never used to have like that dresses and all. No, we never used to have. Then Achan, because I was going to engineering. No, he's saying no, you should go. Green top and olive green dupatta. പച്ചപ്പാവാട, വൈറ്റ് വൈറ്റ് ടോപ്പ്, പിന്നെ ഒരു ലേസ് ഒക്കെ ഉള്ളത്. He'll always be looking at what we wear and he will have his own comments.
കഴിക്കാൻ പോകുമ്പോഴേ അങ്ങനെ നല്ല അല്ലാത്ര എന്താ പറയാ വിമൽ, ആ. സാരി നല്ലത് മേടിക്കും അപ്പൊ ബിരിയാണി നന്നാക്കും. എന്നിട്ട് വന്ന് സാരിയുടെ റൈസിലല്ല അതിന് കൂട്ടണം. ചായ സാരിക്കൊന്നുമല്ലോ പിന്നെ ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ് ഡവ് ഇറങ്ങിയില്ലേ, ഡവ് സോപ്പ്. അന്ന് എന്റെ ഫേസ് ഒക്കെ റഫ് അല്ലായിരുന്നു. ഈ ഗോട്ട് മൈ വൺ ഡവ് സോപ്പ്. Sweet. This is where the thought of beauty I have got from him. I mean, we want to be beautiful and everyone around also should be beautiful. This is something. കോസ്റ്റ്ലി ആയിരുന്നല്ലേ ഡവ് സോപ്പ്? എന്ത് കോസ്റ്റ്ലി! It used to be one damn costly thing. എപ്പോഴും നല്ല ഭംഗിയിലേ നടക്കുള്ളൂ. നടക്കാൻ പോണത് ഭംഗിയില് വൈറ്റ് പാന്റ് ഒക്കെ ഇട്ടിട്ട് white shorts. How happy he was with that white shorts. Yeah. You remember our trip to our city to all the shops to get that white shorts? Oh my god. ഒരവസരത്തിലാണ് രാമരാജിന്റെ ഫാനായിരുന്നു. രാമരാജ് അതാടാ രാമരാജിന്റെ കൊണ്ടുവരും വൈകിട്ട് തമിഴ്നാട്ടിലെ എങ്ങനെയാ പിടിക്കുന്നോട് ആദ്യം എനിക്കറിയില്ല അങ്ങനെ ചൂടുകൊണ്ട് തിന്നാനൊക്കെ ഹോട്ടലിൽ. ഓ എന്റെ ദൈവമേ, സമോസ പോർക്ക് വെച്ച് തിന്നിട്ടോ. നല്ല ഇങ്ങനെ കിട്ടുമല്ലോ. I think all is struggle, no? Struggle. എനിക്കതില്ലതായി സാലറി കിട്ടുന്ന ദിവസം That അയ്യോ used to what be an one event event. it was. കച്ചോരി സമോസ അയ്യോ ഭാരത് കഫേന്ന് ഇപ്പോഴായി ടേസ്റ്റ് ഉണ്ട് അല്ലേ വായല്? അതുണ്ട് ഭാരത് കഫേ. നമ്മുടെ പല്ലിന്റെ ഡോക്ടറിനായിരുന്നില്ലേ അഗർവാട്, അവരച്ഛനും അങ്ങനെ തന്നെയായിരുന്നു. എന്നിട്ട് പറയാം എന്ന് മേടിച്ചു നമ്മളൊക്കെ സാധനങ്ങളൊക്കെ ആയി വരും. നമ്മള് അങ്ങനെ കുറെ ആൾക്കാർ അമ്മയും അച്ഛനും ഒരുമിച്ച് നടന്നു വരാറില്ലേ ചെമ്പൂരിന്ന് എവിടുന്നോ ഓഫീസ്? എന്നിട്ട് നിങ്ങള് ബാജിയൊക്കെ വാങ്ങിച്ച് അതൊക്കെ പിടിച്ച് നടന്നു വരും അല്ലേ എല്ലാ ദിവസവും? പിന്നെ പഴം വാങ്ങിക്കും, പഴവും ബ്രെഡും. That's how we started eating so much of payam and bread. Every evening we are waiting to eat this payam and bread. എന്തും പഴവും ബ്രെഡും. പഴം I still remember him. പഴം and bread. പിന്നെ കപ്പലണ്ടി ഹാഫ് പൈസ 1 പൈസ കപ്പലണ്ടി കോർണറിന്നല്ലേ തമിഴ് വിൽക്കണത്. പിന്നെ 2 എണ്ണായി, പിന്നെ 3 എണ്ണായി. പിന്നെ പക്ഷെ ഞാൻ എനിക്ക് കിട്ടുന്ന കലണ്ടറൊക്കെ അയാൾക്ക് കൊണ്ടുകൊടുക്കേ, ദൈവത്തിന്റെ കലണ്ടർ അതൊക്കെ ഞാൻ അയാൾക്ക് കൊണ്ടുകൊടുക്കും. എന്റെ അടുത്ത് തന്നെ എനിക്ക് പല്ലിക്കാൻ ഉണ്ടാവില്ലേ ബിൽഡിങ്ങിന്റെ സൈഡിൽ ഇങ്ങനെ 90 ഫീറ്റിന്റെ കോർണറിലല്ലേ എല്ലാ ആള് നമ്മൾ ഉള്ളില് വരുമ്പോ അത് കരുക്കല്ല അവിടെ അല്ലേ? അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലൊരു കപ്പലണ്ടി വാലുണ്ടായിരുന്നു എന്റെ ഓർമ്മ. എവിടെയാണെന്നറിയോ? അത് നമ്മള് സോണിന്ന് വരുന്ന ഈ കോർണറില് സോണിന്ന് വരുമ്പോ സോണി സ്റ്റോറിന്ന് വരുമ്പോ വിക്രാന്ത് സോണി അവിടെ നിന്ന് വരുമ്പോ അവരവിടെ ഇപ്പോഴും ഉണ്ട് അല്ലേ? അപ്പൊ അവിടെ ഒന്നുമില്ല. എന്തൊരു ഭംഗിയുള്ള റോഡായിരുന്നു അത് അല്ലേ?
How much walks we used to take on that Yeah, road. me and Padmaja used to walk so much on that road. നമ്മള് സൈക്കിള് പഠിച്ചതാ വിജയമ്മ. ഞാനും എടുത്ത് വെക്കിയ സൈക്കിൾ ഗ്ലാസ് പോയി വീഴണം. അല്ല എന്നെ പഠിപ്പിക്കാനാ അന്യം പഠിപ്പിക്കില്ല. ആംസ്റ്റർഡാമിന്റെ എന്നിട്ട് സൈക്കിൾ ഓടിക്കാൻ അറിയില്ല. നമ്മളൊക്കെ വീടാനും കുഴപ്പമൊന്നുമില്ല. ബട്ട് യു ഷുഡ് നോട്ട് ഫോൾ. അതാണ് Finally, I have not fallen and I have not learned to ride a cycle, and now I'm in Amsterdam where everybody is on a cycle. Same with me, Sargu. I'm there with you on this one. ചെറുതല്ലേ വെറുതെ പൊങ്ങി. അപ്പൊ അത് കാരണം കൊണ്ട് പിന്നെ ഭയങ്കര പാവിയായിട്ട് വെച്ചിരിക്കുന്നു. നമ്മൾ മൂന്നാളും സർഗുവിനെ കാണാൻ പോണത് അവളുടെ ക്ലാസ്സില് ലഞ്ച് ബ്രേക്കില്. Pava, 44-year-old Pava, cannot walk also in Amsterdam. ഇവിടെ എല്ലാവരും സൈക്കിൾ മേലാണ്. അപ്പൊ വിജയാമനെ പഠിപ്പിക്കായിരുന്നില്ലേ? ചെറുതല്ലായിരുന്നു, നീ കുറച്ച് വലുതായപ്പോഴേക്കും ഞാൻ പോയില്ലേ. ഇപ്പോഴും ഓർമ്മയില്ലേ സർഗാക്കി 2 വയസ്സല്ലാത്ത 2 വയസ്സുള്ള നിനക്ക് നിന്നെ കൊണ്ട് ഞാൻ അമ്മേരെ ഓഫീസിൽ പോയി. കറക്റ്റല്ലേ? അത് 2 വയസ്സാ. അത് ഇതിന്റെ ഒരു കാലിങ്ങനെ വളഞ്ഞാറുണ്ട്. അതൊക്കെ കൊണ്ടുപോയി അമ്മേരെ ഓഫീസിൽ റോസാൻഡി ഇതിലെല്ലാവരും വർത്താനം ഞാൻ തിരിച്ചു പോരാ. അപ്പൊ പോരുമ്പോ ഭയങ്കര റഷ്. നിന്റെ ഒരു കയ്യിൽ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് ഇത് പിടിച്ച് നിൽക്കാം. അപ്പൊ ഒരാളെന്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുക്കാം. അപ്പൊ ഉള്ളി ചെറുതല്ല, ഇവിടെ എന്നെ പിടിച്ച് മാന്തല് നീ ഇട്ടിരുന്നെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ അയാള് സുഖമായിട്ടിട്ടുണ്ട് 20 റുപ്യ. എനിക്കൊരു രക്ഷയില്ല. ഞാൻ കണ്ടു അയാള് സുഖമായിട്ട് ചിരിച്ചിട്ടുള്ള ഇറങ്ങിപ്പോയി. എനിക്ക് കൈവിടാൻ പറ്റില്ല, ഒന്നും വിടാൻ പറ്റില്ല. ഒന്നും ചെയ്യാനില്ല. അതെ, അത് പറഞ്ഞപ്പോ വേറെ ഓർമ്മ. അച്ഛൻ നമ്മളുടെ എക്സാം കഴിഞ്ഞിട്ട് കാത്ത് നിക്കാതെ പെരത്ത് and buying of fruits before the exams. Oh yeah. Oh my god, നിറച്ച് grapes-ഉം watermelon-ഉം എന്തൊക്കെയായിരുന്നു എക്സാമിന്റെ സീമയ്ക്ക് ഓർമ്മയുണ്ട മാങ്ങ വാങ്ങിക്കുന്നത്? ഞാനും സീമി സ്ഥിരം ഫ്രണ്ടിൽ. അതിനറിയോ തൊലി തിന്നാൻ മാങ്ങയുടെ തൊലി തിന്നാൻ. I know that Gopi used to come. I don't know from where he used to land every time. തൊലി തിന്നാൻ. I used to wait for that seed, മാങ്ങയുടെ seed. അതിലൊക്കെ കുറച്ച് പീസുകളൊക്കെ വെച്ചത് ഇങ്ങനെ to bite on it. I remember ഇവിടെ മാംഗോ ഫെസ്റ്റ് നടക്കാം സുപ്രീമില്. വലിയ മാങ്ങില്ലേ, ബിഗ് മാംഗോ. ഈ കൊല്ലം ബാംഗ്ലൂരിൽ നല്ല മാങ്ങ വന്നില്ല. ഇറ്റ് വാസ് ഓൾ ബാഡ്. കുറവാ മാങ്ങ. ഒരു പൊട്ട ടേസ്റ്റ് ഉള്ള മാങ്ങകളെ വന്ന്. അച്ഛൻ്റെ ഒരു കട്ടിംഗ്, ഫ്രൂട്ട് കട്ടിംഗ്. I think he got this fruit eating habit from Achan. Another habit, inherited habit, fruit eating from Achan. കുറെ ഫാമിലീസിൽ ആൾക്കാർ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കില്ല. നമ്മുടെ ഫാമിലിയില് it was such an event. At least one param was a poor sad cousin. Like one janta, it is always sitting in one corner compared to manga and all, which is cooking. പക്ഷെ ഇപ്പോഴത്തെ ഫ്രൂട്ടിന് ആ ഒരു ടേസ്റ്റ് ഇല്ല. പണ്ടൊക്കെ എന്താ രുചിയില്ലേ. ഇപ്പൊ ആ ഒരു രുചി. കാർബൺ ഒക്കെ ഇട്ടിട്ടല്ലേ പഴിപ്പിക്കുന്നത്. റിയൽ കോളിഫ്ലവറിന്റെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അത് കേടാവട്ടിട്ട് കണ്ടില്ല കെമിക്കൽ കാബേജ്. പിന്നെ മുല്ലപ്പൂ, നിങ്ങളുടെ മുല്ലപ്പൂ അത് ഞാൻ ഇന്നലെ പിന്നാട്ടുണ്ടായിരുന്നു. അത് വാടിച്ചിരിക്കും മുല്ലപ്പോള്. മുസ്ലിംസ് ചെയ്യില്ല, നിങ്ങൾക്ക് കെമിക്കലും പ്രശ്നമായിട്ടുണ്ട്. അത് തലേന്ന് ചൂട് കഴിഞ്ഞാൽ മുടിയും പൂണ്ടാണ്ടാവും. നമ്മുടെ മുടിയൊക്കെ പോണില്ലേ. ചിലരൊക്കെ അത് വെയിലും മുടി കൂടി പാട്ട് പാടുന്നത് എന്ത് പറ്റിയതെന്ന് You're busy? അറിയില്ല. Kamakshi, you're busy or what?
ഇല്ല. അല്ല ആ പിന്നെ അപ്പൊ yeah I can hear you. Can you hear me? പിന്നെ വേറെ അമ്മ അച്ഛന്റെ ഫുഡിന്റെ ഒബ്സഷൻ Okay. ആളും ചെയ്തിട്ടുണ്ടാവില്ല ഒരിക്കലും. Okay then. Anyway, I'm recording. I'll share with you. I thought if you're fair, if you can, then you join. Okay. ഫോർട്ടീസിൽ കൊണ്ടുപോകുമ്പോ ഇല്ലേ രാധാകൃഷ്ണ ഫോട്ടോക്ക് കുറവാണ് സബറ ഊരിലെ വിജയ അതൊക്കെ കഴിഞ്ഞിട്ട് ആരാൾക്കാരും പറയും ഇനി ഒന്നും വേണ്ട വയറ് താഴ്ത്തി ഗരോടെ തറ വിളിക്ക് വിജയത്തൊക്കെ അറിയുന്നത് അത് അമ്മയുടെ കറി പറ്റുമോ അമ്മയുടെ ഇത്ര ടേസ്റ്റി കറി അതെന്നെ കാര്യം അമ്മയുടെ ടേസ്റ്റി കറി കൂട്ടാനാണ് വെക്കുന്നത് അമ്മയുടെ ഫുഡ് കഴിക്കുമ്പോഴേ യുനോ ഐ ഹാവ് കുക്സ് ആൻഡ് ഓൾ നോ അമ്മ ഒരു ദിവസമൊക്കെ ചിലപ്പോ ഒരു പ്രോണിന്റെ കറി ഉണ്ടാക്കും അപ്പോഴെല്ലാം മനസ്സിലാവണം അച്ഛന് ഈ ഫുഡായിരുന്നു മോർണിംഗ് ഡേ ആൻഡ് നൈറ്റ് നോ വണ്ടർ ഹി വാസ് ഒബ്സെസ്ഡ് അമ്മ ഇങ്ങനെ ഓരോ ഉള്ളി അതിന്റെ പെർഫെക്റ്റ് ക്രിസ്പിനെസ് വരെ എത്തണം പിന്നെ പെർഫെക്റ്റ് ടൈമില് വേപ്പില ഓൾ ദിസ് ആൻഡ് ദാറ്റ് മിർച്ചി മൈ ഗോഡ് മിർച്ചി തരാത്ത സ്ഥലല്ലേ ഈ മദ്രാസ് മിർച്ചി ആയിനോ അത് കഴിഞ്ഞിട്ട് അമ്മ അവിടെ ഇരുന്നിട്ട് അച്ഛൻ കഴിക്കുന്ന ഒരേ വറ്റും കഴിക്കുന്നത് നോക്കും അതിന്റെ അമ്മ എന്താ ഒരു സ്നേഹമായിരുന്നു ഈശ്വര അമ്മയില് അച്ഛൻ എല്ലാ നേരത്ത് കോൺസ്റ്റന്റ്ലി ഷി വാസ് കംപ്ലൈനിങ് നോ അച്ഛൻ അങ്ങനെ കഴിക്കുമ്പോ വിജയ വെള്ളം വിജയ അത് വേണം പിന്നെ അമ്മ ഇങ്ങനെ കിച്ചണിൽ പോയി സ്ലോലി ശീലിക്കാം പിന്നെ അവിടെ വരുമ്പോ വിജയ അച്ചാറ് ചൂടാക്കി കൊണ്ടുപോവാ ഫുഡ് അത് അച്ഛന്റെ സൂത്രന് അമ്മേനമ്മ നടത്തിക്കാനായിട്ടുള്ള ഹരിയും ചിട്ടൊക്കെ പോയാ കോളീന്ന് നമുക്ക് മനസ്സിലായി കൊണ്ടുവരും എല്ലാം എങ്ങനെയാ പിന്നെ ട്രോളി വെച്ചതാകും എനിക്കിപ്പോ അവന്റെ അച്ഛൻ ഇടയ്ക്ക് പറയല്ലേ ഞാൻ കാട്ടില് പോണ് നാട്ടില് പോണ് എന്നൊക്കെ ദേഷ്യത്തില് അറിയോ ഞാൻ കേട്ടിട്ടില്ലല്ലോ I used to actually believe it that അച്ഛൻ ഇപ്പൊ പോകുന്നത് കാട്ടില് and all I used to be so upset. ഭയങ്കര ഇമോഷണൽ ത്രെറ്റനിങ് ആയിരുന്നു അല്ലേ ഈ കാട്ടിൽ പോകുന്ന അച്ഛന്റെ കയ്യിൽ നിന്നാ കിട്ടിയതല്ലേ സംഭവം ഇടയ്ക്കിടയ്ക്ക് ഞാൻ അച്ഛന്റെ കയ്യിൽ ഈ സീമേച്ചും ചിന്തേച്ചും പറയും ഞങ്ങളും മിഡിൽ ചിൽഡ്രനാണ് ഞങ്ങൾ ആരും വേണ്ട അപ്പൊ ഞങ്ങളും പോണ് കാട്ടില് എല്ലാതും കാട്ടില് പോണ് നമുക്ക് കാട്ടിൽ പോകാൻ അവിടെ എത്തിയില്ലേ ഞാനിപ്പോ കാട്ടിലാണ് കുഞ്ഞി കാട്ടിൽ ചുറ്റും അയ്യോ കോബ്ര വന്നമ്മേ പാമ്പ് വന്നിട്ടേ കൊല്ലാനായിട്ട് പാമ്പിനെ ഞാൻ കൊല്ലണ്ട പോട്ടെ പാമ്പ് we don't even feel like killing the snake now ആ ഒരു സ്റ്റേജ് എത്തി കോബ്ര we don't even feel like killing a cobra now നമുക്ക് ചാവാൻ അറിയാ but then അത് നമ്മൾ എന്തെങ്കിലും ചെയ്താ ഇല്ലല്ലോ പിന്നെ നമ്മൾ എന്തിനായാലും പാവത്തിന് പോയി കൊല്ലും അതങ്ങനെ വല്ല ഷൂയിലൊക്കെ കയറി ഇരിക്കണുണ്ടാവും സറൗണ്ടിങ് ഫുൾ ഇതല്ലേ ലാൻഡ് അല്ലേ അതിന്റെ ഉള്ളിൽ ഫുൾ എല്ലാം ഗ്രാസ് ഒക്കെ അല്ലേ അപ്പൊ അതിന്റെ ഉള്ളിലൊക്കെ ഇവരിയ്ക്കുന്നത് എവിടെ ഹരിക്കുട്ടൻ പോയാ ഹരി അവിടെ എന്തോ അവന്റെ ഈ അവൻ ഉണ്ടായിരുന്നില്ലല്ലോ ക്ലാസ്സിലല്ലായിരുന്നേ അവന്റെ അയം തുടങ്ങി അപ്പൊ ക്ലാസ്സിലായിരുന്ന കാരണം അപ്പൊ 3 ദിവസം ഉണ്ടായിരുന്നില്ല അപ്പൊ അവന്റെ വർക്ക് ഒക്കെ പെൻഡിങ് വെച്ചിരിക്കുക ഇങ്ങനെ ഓരോന്ന്
അല്ല 2 years, that 2-year PG full executive MBA, who are working and learning. That So he 2 doesn't years. have to go there and he doesn't have to go there. Yeah. He has to go every weekend. He has to go 2 or 3 Acha. days. 3 days. How far is Kozhikode? It's quite far, no? From Kollam, it's north, no? Yeah, it's very wrong. പക്ഷെ വന്ദേ ഭാരത് വന്നില്ലേ പുതിയ ട്രെയിൻ. പിന്നെ അതുമല്ല, പിന്നെ ഇവിടെ എറണാകുളം കുറെ ക്ലാസ് ഉണ്ട്, പിന്നെ ചില ക്ലാസ് കോഴിക്കോട്, അങ്ങനെയാണ് അവരുടെ കോഴ്സ്. ഫ്ലാറ്റ് ഇൻ എറണാകുളം. that is much better. ഹോട്ടൽ. Near Info Park, Yeah, Sargu. good idea. Near my house. അവൻ Near my old house. അവൻ 2 ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് പറയാ, എങ്ങനെയാവോ സർഗാമ പഠിച്ചത്, ഇത് ഭയങ്കര പാടാണ്. അയ്യോ ഭയങ്കര പാടന്നെയാ. അമ്മേ ഞാൻ ടെൻഷൻ വന്ന് ചാവേ. ഓൾറെഡി ഇമോഷണൽ ബ്ലാക്ക് മെയിൽ തുടങ്ങി ഇപ്പൊ. That is running in the family. നമ്മളുടെ ഫാമിലിയിൽ എല്ലാവരും എക്സ്പേർട്ട് ആണ് ഇമോഷണൽ ബ്ലാക്ക് മെയിലില്. ആക്ച്വം എന്താണെന്നറിയോ, അവന്റെ മാരേജ് ഓൺ തേഴ്സ്ഡേ. One day he'll get Saturday's class is there, and that was a full day till night. പിന്നെ വീണ്ടും സൺഡേ. How sad. എന്തായാലും ഇരിക്കട്ടെ. അല്ലെങ്കിൽ ഇപ്പൊ ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ചെയ്യൂല, അതാണ്. the value. അതാണ് ജോലി ചെയ്ത് പഠിക്കട്ടെ. This is the other thing Achan has drilled into us, to work hard. That I think is a very common characteristic for all of us. അല്ലേ? ഞാൻ കാണുന്നുണ്ട് കുറെ വീട്ടിൽ കുട്ടികൾ ഇങ്ങനെ തീരെ അങ്ങനെ ഇല്ല ഈ വാല്യൂ സിസ്റ്റം.